ഹായ് ഡിയേഴ്സ്. അപ്പോൾ കൊച്ചി വരെ പോവുകയാണ്. കൊച്ചി വരെ പോകുമ്പോഴത്തേക്കും ലച്ചുവിന് ടാറ്റോയുമൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ടി വി സിയിൽ പോയിട്ടാണ് നമ്മൾ ട്രെയിൻ കയറി പോകുന്നത്. ടി വി സി എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തമ്പാനൂർ. അപ്പോൾ അവിടെ പോയി തേർഡ് പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരുന്നതെന്ന് കേട്ടപ്പോഴത്തേക്കും നമ്മൾ തേർഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് ലിഫ്റ്റ് കയറി. നമ്മൾ പൂനെ എക്സ്പ്രസ്സിലാണ് പോകാൻ പോകുന്നത്. അങ്ങനെ ബിങ്കോയൊക്കെ വാങ്ങി ഞാൻ വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. ശക്തിയും വേലും എന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ പേര്. നല്ല കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ബോറൊന്നും അടിച്ചില്ല ട്രെയിനിൽ. പിന്നെ ഞാൻ ഈ മാസ്ക് വയ്ക്കുന്നത് എന്തിനാണെന്ന് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു. ദൂരയാത്ര പോകുമ്പോൾ എസ്പെഷ്യലി ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും ചെറിയൊരു ഡിസ്കംഫോർട്ട് ഫീൽ തോന്നും. കാരണം ഒരുപാട് ആൾക്കാർ കയറുന്നതല്ലേ ട്രെയിനിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ സ്റ്റോറി കണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റീസൺ. ഞാൻ ദൂരോട്ടൊക്കെ പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അല്ലാണ്ട് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ അതൊരു നല്ല കാര്യമല്ലേ മാസ്ക് യൂസ് ചെയ്യണം. എനിവേ അപ്പം നമ്മളത് എറണാകുളത്ത് എത്തിയപ്പോഴത്തേക്കും ഒരു കടയിൽ കയറിയത് ഈ സാധനം ഉഴുന്നുവടയല്ല ഉള്ളിവടയാണ് അവിടുത്തെ. ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. നിങ്ങൾ കിട്ടിയോ എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ ഉള്ളിവട കഴിച്ചതിന് ശേഷം മെട്രോയിൽ കയറിയതിന് ശേഷം നമ്മൾ പിന്നെ കുസാറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അങ്ങനെ ഗസ്റ്റ് എത്തിയതിൻ്റെ ഷോയാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഗസ്റ്റ് ഹൗസിലെ റൂം ഇതാണ്. നല്ല അടിപൊളി റൂമായിരുന്നു. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ യാത്രയും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വാങ്ങാനായിട്ട് പുറത്ത് പോവാണ് ഞാനും അച്ഛനും കൂടി. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി തിരിച്ച് ഗസ്റ്റ് ഹൗസിലോട്ട് കയറി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ നമ്മൾ കുസാറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസ് ആണെന്ന്, കോളേജിൻ്റെ അകത്താണ്. വളരെ മനോഹരമാണ്. പിന്നെ നമ്മൾ നൈറ്റ് ആയപ്പോഴത്തേക്കും സീരിയലൊക്കെ കണ്ട് അങ്ങനെയായിരുന്നു. ഈ ഷാലുമേനനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും എനിക്ക് പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ MS ടോക്സിലെ മാളു ചേച്ചിയെ പോലെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഷാലുമേനോനെ കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ ചേച്ചിയെ വിളിച്ചു, കുറച്ചൊക്കെ സംസാരിച്ചു, ലച്ചുവിനെയൊക്കെ കണ്ടു. അതിനുശേഷം വീണ്ടും നമ്മൾ ടൈം പോകുന്നില്ല. പിന്നെ നമുക്ക് വീട് മാറിക്കിടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഉറക്കം വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെയൊക്കെ ഉറക്കം വരത്തുള്ളൂ. അങ്ങനെ പിന്നെ വീണ്ടും അവിടെ കിടന്നു. അമ്മയും അച്ഛനും സീരിയൽ കണ്ടുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ ഫോണിൽ നോക്കി അങ്ങനെ കിടന്നു. ഞാൻ എപ്പോഴും അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ അച്ഛനും അമ്മയും സീരിയൽ കണ്ടുകൊണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റു. ഫുഡ് കഴിക്കാൻ നേരത്ത് നമ്മൾ ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കറി കിട്ടിയിട്ടില്ല. ഇവിടെ ചിക്കൻ 65 ആയിരുന്നു. പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇഡ്ഡലി കഴിച്ചു. പിന്നെ രാവിലത്തെ കാഴ്ചയാണ് കുസാറ്റ് യൂണിവേഴ്സിറ്റിക്കകത്തുള്ള ബട്ടർഫ്ലൈ പാർക്കാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. വളരെ മനോഹരമായിരുന്നു. ഇവിടെ ഒരു കുളത്തിൻ്റെ ഒരു രൂപത്തിൽ ഒരു കാര്യമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ പാർക്ക്, അല്ലെങ്കിൽ ചിത്രശലഭം പാർക്ക്. നമ്മുടെ ട്രിവാൻഡ്രത്ത് മ്യൂസിയത്തും ഇതുപോലെ ഒരു ചിത്രശലഭം പാർക്കുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ പാർക്കിൽ പോയിട്ട് ഒരു ചിത്രശലഭത്തിനെ പോലും കണ്ടില്ല. ആകെപ്പാടെ കാണാൻ പറ്റിയത് ഒരു ആമക്കുഞ്ഞിനെയായിരുന്നു ആ കുളത്തിൽ കിടക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കുളം. പിന്നെ ഞാനും അച്ഛനും കുറേ വീഡിയോസൊക്കെ എടുത്തു. അമ്മയും വീഡിയോസ് എടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഈ കണ്ടില്ലേ, സ്ഥലമൊക്കെ കണ്ടില്ലേ. പിന്നെ ഇത്രയും ഡീപ്പാണ് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. കാണാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. പിന്നെ ഇവിടെ ഒരു ആമയെ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആമ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ ഗസ്റ്റ് ഹൗസിലോട്ട് നടന്ന് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ എറണാകുളത്ത് നിന്നും ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇതിപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് എറണാകുളത്തോട്ട് വന്നതും എറണാകുളത്തെ കാഴ്ചകളും നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഫുൾ വീഡിയോ അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് എവിടേക്ക് പോയതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ ചാർജ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഗസ്റ്റ് ഹൗസിലെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് ഹൗസ് കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ മാത്രം, അവിടുത്തെ കാഴ്ചകൾ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പുതിയ ചെരുപ്പ്. ഇതാണ് കുസാറ്റിൻ്റെ ഓഡിറ്റോറിയം. അപ്പോൾ കുസാറ്റ് അല്ലെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ പറ്റി. ഗസ്റ്റ് ഹൗസൊക്കെ കണ്ടില്ലേ, രാവിലത്തെ വ്യൂ കണ്ടില്ല, അടിപൊളിയാണ്. അപ്പോൾ തിരിച്ച് ഷിഫ്റ്റ് ആവാൻ പോവാണ്. താക്കോൽ കൊടുക്കുന്നതിന് മുമ്പേ ഒരു വീഡിയോയും കൂടെ ഞാൻ എടുക്കുകയാണ് റൂമിൻ്റെ. പിന്നെ ഇവിടുത്തെ മോർണിംഗ് വ്യൂ കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. എൻ്റെ റൂമിൻ്റെ അവിടെ നോക്കിയാൽ സ്റ്റേഡിയം കാണാൻ പറ്റും നമുക്ക്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യാം. ബൈ.